ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോഴി പൊരിച്ചതും നെച്ചോറുമാണ്. അതിന് നമുക്ക് കോഴി പൊരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്ത് വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കിനി ചിക്കൻ മാറ്റി വയ്ക്കാം. അത് കുറച്ച് നേരം അരപ്പെല്ലാം പിടിച്ചൊന്ന് സെറ്റാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നെച്ചോറിന് വേണ്ടിയുള്ള ഉള്ളി നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂപ്പിച്ചെടുക്കാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ബാക്കി വന്ന എണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഉള്ളി ഇട്ടിട്ടുണ്ട്. സവാള ഒരു മീഡിയം സൈസാണ് ഇട്ടേക്കുന്നത്. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനായുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ പൊരിക്കാൻ നേരത്ത് ഉപ്പിട്ടുകൊണ്ട് നമുക്ക് കണക്കിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ കൊച്ചുള്ളി അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. നന്നായിട്ട് വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനായുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. എന്നിട്ട് തുറന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കാം. അതിന് ശേഷം മാറ്റി വയ്ക്കാവുന്നതാണത്. നമ്മൾ പൊരിച്ച ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്.